യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവത്തിൻ്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആമേൻ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചാൽ നമുക്ക് സമാധാനം ലഭിക്കത്തില്ല, അസമാധാനമുണ്ടാകും. പല ക്ലേശങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രസാദത്തിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സമാധാനമുണ്ടാകും. ദൈവത്തിൻ്റെ പ്രസാദം തൻ്റെ പുത്രനിൽ വിശ്വസിക്കുക എന്നതാണ്. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്തൃത്വം യേശുവിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനമുള്ളതായിത്തീരും, പ്രത്യാശയുള്ളതായിത്തീരും, സന്തോഷമുള്ളതായിത്തീരും. എന്നപോലെ ഈ വചനം നിങ്ങളോട് പറഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി, ഐശ്വര്യമായി, സമ്പന്നമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആമേൻ.